കഴിഞ്ഞ ദിവസം വലൻസിയയ്ക്കെതിരായ ഫുട്ബോൾ മത്സരത്തിനിടെ റയൽ മാഡ്രിഡ് താരം വിനീഷ്യസ് ജൂനിയറെതിരെ ഉണ്ടായ കടുത്ത വംശീയ ആക്രമണങ്ങൾക്കെതിരെ കൂടുതൽ താരങ്ങൾ രംഗത്ത്. വംശീയ അധിക്ഷേപം നേരിട്ട സമയത്ത് തന്നെ കളി നിർത്തിവെച്ച് മൈതാനം വിടണമായിരുന്നുവെന്ന് ബാഴ്സലോണ പരിശീലകൻ സാവി ഹെർണാണ്ടസ്. അതേസമയം സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും കുറ്റകൃത്യം കണ്ടെത്തിയാൽ കടുത്ത നടപടിയുണ്ടാകുമെന്നും ലാലിഗ വൃത്തങ്ങൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിനീഷ്യസിനെതിരെ വംശീയാധിക്ഷേപമുണ്ടായ നിമിഷം തന്നെ കളി നിർത്തിവെച്ച് ഗ്രൗണ്ട് വിടണമായിരുന്നു. മുഴുവൻ വംശീയതകളും എതിർക്കപ്പെടണം. വംശീയാധിക്ഷേപങ്ങൾ തുറക്കഥയാവുന്ന ഇടങ്ങളാണ് മൈതാനങ്ങൾ. ഒരു ബേക്കറിക്കാരനോ അധ്യാപകനോ ജോലിസ്ഥലത്ത് അപമാനിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. വംശീയാധിക്ഷേപത്തിന് പിന്നാലെ വിനീഷ്യസിന് പിന്തുണയുമായി ഫ്രഞ്ച് താരം കിയൻ എംബാപ്പ അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. സംഭവത്തിനു ശേഷം സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷനെതിരെ രൂക്ഷ വിമർശനമാണ് വിനീഷ്യസും നടത്തിയത്. ലാലിഗയിൽ വംശീയത സാധാരണ സംഭവമാണ്. ടൂർണമെന്റും സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷനും ഇതൊരു സ്വാഭാവിക സംഗതിയായാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ എതിരാളികൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് വിനീഷ്യസ് ചൂണ്ടിക്കാട്ടി. കൂടാതെ വംശീയവാദികളുടെ ലീഗായി ലാലിഗ മാറിയെന്നും ബ്രസീലിൽ വംശീയവാദികളുടെ രാജ്യമായാണ് സ്പെയിൻ അറിയപ്പെടുന്നതെന്നും വിനീഷ്യസ് തുറന്നടിച്ചു. അതേസമയം വിനീഷ്യസിന് പിന്തുണയുമായി ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷനും രംഗത്തു വന്നിട്ടുണ്ട്. വിനീഷ്യസിനൊപ്പം എല്ലാ ബ്രസീലുകാരനുമുണ്ടെന്നും 21-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലും ഇത്തരം സംഭവങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരുന്നത് വേദനാജനകമാണെന്നും CBF പ്രസിഡന്റ് എഡ്നാൾഡോ റോഡ്രിഗസ് പ്രതികരിച്ചു. വംശീയാധിക്ഷേപത്തിൽ അറ്റോർണി ജനറലിന്റെ ഓഫീസിൽ റയൽ മാഡ്രിഡ് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും കുറ്റകൃത്യം കണ്ടെത്തിയാൽ കടുത്ത നടപടിയുണ്ടാകുമെന്നും ലാലിഗ വൃത്തങ്ങൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വലൻസിയയുടെ ഹോം തട്ടകമായ മെസ്റ്റലിൽ നടന്ന മത്സരത്തിനിടെ വലൻസിയ ആരാധകർ കുരങ്ങെന്ന് വിളിച്ച് വിനീഷ്യസിനെ അപമാനിക്കുകയായിരുന്നു. തുടർന്ന് റഫറി കളി നിർത്തിവെക്കുകയും മാന്യതയോടെ പെരുമാറാൻ ഗ്യാലറിയിലെ ലൗഡ് സ്പീക്കറിലൂടെ കാണികളോട് ആവശ്യപ്പെടുകയുമായിരുന്നു. തുടർന്ന് ഇക്കാര്യം വിളിച്ചു പറഞ്ഞതിനു ശേഷമാണ് മത്സരം പുനരാരംഭിച്ചത്. ഇത്തരത്തിൽ ബ്രസീലിയൻ താരത്തിനെതിരെ വംശീയാധിക്ഷേപങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.